ശ്രീ റെജി ലൂക്കോസ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങ് അടുത്തെത്താനായി എന്നത് ശരിയാണ്. കേരളത്തിൽ ഒരു രാഷ്ട്രീയ സാഹചര്യം അതിനുവേണ്ടി പരമാവധി തെളിഞ്ഞു നിൽക്കുന്നുമുണ്ട്. പക്ഷേ ഓരോ മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ, സ്ഥാനാർത്ഥി ചർച്ചകൾ, ഇതൊക്കെ ആകേണ്ടതുണ്ട്. അതിനൊക്കെ ആദ്യം വേണ്ടത് ഇലക്ഷൻ പ്രഖ്യാപിക്കപ്പെടുക എന്നുള്ളതാണ്. പക്ഷേ തൃശ്ശൂർ നമുക്കറിയാം, തൃശ്ശൂർ വലിയ രാഷ്ട്രീയ പോരിനൊരുങ്ങുന്നു എന്നൊരു പ്രതീതി ഉണ്ടാകുന്നുണ്ട്. പ്രധാനമന്ത്രി നേരിട്ടെത്തുന്നു, ആ വേദിയിൽ സുരേഷ് ഗോപി അനുഗ്രഹിക്കാനാണ് അദ്ദേഹം എത്തുന്നത് എന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു. അതൊക്കെ അതിന് പ്രേരണയാകുന്ന ഘടകങ്ങളാണ്. എന്നാലും ഇത്തവണത്തെ ഒരു താരമണ്ഡലം തൃശ്ശൂരായിരിക്കുമോ? തീർച്ചയായിട്ടും ഒരു താരമണ്ഡലം തന്നെയായിരിക്കും തൃശ്ശൂർ. ആ താരം ആരാണെന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതും തൃശ്ശൂരിലെ മതേതര തൃശ്ശൂർ നിവാസികൾ പിന്നെ ഏതാണ്ട് ഉറപ്പിച്ചതുമായിട്ടുള്ള താരമെന്ന് പറയുന്നത് LDFിൻ്റെ സ്ഥാനാർത്ഥിയായിരിക്കും. സ്വാഭാവികമായിട്ടും അത് CPIയുടെ സ്ഥാനാർത്ഥി തന്നെ വരാനുള്ള സാധ്യതയാണ്. മതേതര കേരളത്തിൻ്റെ ഒരു പ്രതിച്ഛായയായ ഒരു പ്രതിബിംബമായ തൃശ്ശൂർ പൂരമൊക്കെ അരങ്ങേറുന്നതോട് നമുക്കറിയാം. തൃശ്ശൂർ പൂരം കേരളത്തിൻ്റെ തന്നെ ഒരു ഏറ്റവും വലിയ രാജ്യാന്തര തലത്തിൽ പ്രശസ്തമായൊരു ഉത്സവമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം. അപ്പോൾ തൃശ്ശൂരിനെ സംബന്ധിച്ചുള്ള ജാതിമത ഭേദമന്യേ രാഷ്ട്രീയ കക്ഷികൾക്ക് അതീതമായ രീതിയിൽ വലിയ രീതിയിൽ ജനങ്ങൾ ഒത്തുകൂടുന്ന തൃശ്ശൂർ പൂരം തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അവിടെ കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും അധികം പ്രതീക്ഷിക്കുന്നത് ഒരു തീർച്ചയായിട്ടും ഒരു താരമൂല്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ മാധു ആദ്യം സൂചിപ്പിച്ചതിനകത്തൊരു ചെറിയ തെറ്റുണ്ട്. അതായത് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി തേക്കിൻകാട് മൈതാനത്ത് വന്ന് അദ്ദേഹം ഒരു ഓപ്പൺ വാഹനത്തിൽ അദ്ദേഹം സഞ്ചരിച്ച് സ്റ്റേജിലേക്ക് കയറിയതിന് ശേഷം പലരുടെയും പേര് അദ്ദേഹം ഉദ്ദേശിച്ചെങ്കിലും അവിടെ അനൗൺസ് ചെയ്തെങ്കിലും സുരേഷ് ഗോപിയുടെ പേര് പറഞ്ഞതായിട്ട് ഞങ്ങളുടെ ആരുടെയും ഓർമ്മയില്ല. അവിടെ സുരേഷ് ഗോപിന് അദ്ദേഹം കാര്യമായ രീതിയിലുള്ള പരിഗണന നൽകിയിട്ടില്ല. തന്നെയുമല്ല, മണിപ്പൂർ കേട്ടതിലെ പിശകാണ്. ഞാൻ പറഞ്ഞത് സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞ കാര്യമാണ്, നരേന്ദ്രമോദി പറഞ്ഞ കാര്യമല്ല. സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ആ വേദിയിൽ വെച്ച് നടത്തിയൊരു പരാമർശം സുരേഷ് ഗോപിയെ പോലെയുള്ള ആളുകളെ അനുഗ്രഹിക്കാനാണ് നരേന്ദ്രമോദി എത്തിയത് എന്നാണ്. അതൊരു തുറന്ന സന്ദേശമാണല്ലോ. ആ അനുഗ്രഹം അവിടെ ഉണ്ടായില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഏകദേശം കേട്ടിട്ടും അങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, സുരേഷ് ഗോപി അനുഗ്രഹിച്ചില്ല, അദ്ദേഹത്തിൻ്റെ പേര് പോലും പറഞ്ഞില്ല. അവിടെ നിന്ന് പലരുടെയും പേര് അവിടെ പറഞ്ഞിരുന്നു. അപ്പം നരേന്ദ്രമോദിക്ക് അറിയാം കേരളത്തിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ അസാധ്യമാണെന്നുള്ളവർ. ഞാൻ പറഞ്ഞു വന്നത് പൂർത്തിരിച്ചോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയുള്ള ഒരു മതേതര കാഴ്ചപ്പാടിൻ്റെ ഒരു ഐക്യത്തിൻ്റെ ശങ്കൊലികൾ മുഴുകുന്ന തൃശ്ശൂരിനെ സംബന്ധിച്ചോളം അവിടെ തീർച്ചയായിട്ടും പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടും. ഒരു സംശയമില്ല കാര്യത്തിൽ. കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തിനോടുള്ള അവഗണന, ഒരു ചിറ്റമതയം, സാമ്പത്തിക കാര്യത്തിൽ ഞെരുക്കൽ, കേരളത്തിലെ ജനങ്ങളെ മൂന്നാംകട അല്ലെങ്കിൽ മൂന്നാം തരം ജനങ്ങളെ ഒരു ജനതയായി കാണുന്നത് ഇന്നിപ്പം നീതി ആയോഗിൻ്റെ ഉന്നത തലത്തിൽ നിൽക്കുന്ന ചെയർമാൻ പറഞ്ഞ രഹസ്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംഭാഷണം പുറത്തു വന്നില്ലേ? പ്രധാനമന്ത്രി അതിൻ്റെ വിഹിതത്തെക്കുറിച്ച്, GSTയുടെ വിഹിതത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞ് സംസാരിച്ചിട്ടേ ഉള്ളൂ തൃശ്ശൂർ തെരഞ്ഞെടുപ്പ് നടക്കത്തുള്ളൂ. തൃശ്ശൂർ ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് CPIയുടെ സ്ഥാനാർത്ഥിയായിട്ട് അത് സുനിൽകുമാർ ആകാനാണ് സാധ്യത കൂടുതലെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. ഒരിക്കലും പാർട്ടിയോ അല്ലെങ്കിൽ LDFോ ചർച്ച ചെയ്തിട്ടില്ല. അത് CPI തീരുമാനിക്കേണ്ട ഒരു വസ്തുതയാണ്. എന്തായാലും അവിടെ വലിയ രീതിയിലുള്ളൊരു മാർജിനിൽ ഇത്തവണ ഇടതുപക്ഷം ആ സീറ്റ് തിരിച്ചു പിടിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. രണ്ടാമത്തെ പ്രധാന കാര്യമെന്ന് പറയുന്നത് ഇവിടെ TM പ്രതാപനെ പോലെയുള്ള ഒരു വ്യക്തി പറഞ്ഞ ഒരിക്കലും പ്രയോഗിക്കാൻ പാടില്ലാത്ത തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് കുറേ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് താൻ 4.25 വർഷവും നിശബ്ദ ജീവിയായിട്ട് ലോക്സഭയിൽ കഴിഞ്ഞുകൂടുകയും മണ്ഡലത്തിൽ വന്ന് യാതൊന്നും ചെയ്യാതെ കണ്ട് കേരളത്തിൻ്റെ വികസനത്തിനെതിരായിട്ടുള്ള K-ഫോൺ ആണെങ്കിലും KRAയിലാണെങ്കിലും അതിനെല്ലാം പാര വെച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക മന്ത്രാലയങ്ങളിൽ പോയി ഒരു ഔദ്യോഗിക പരിവേഷമുള്ളൊരു MPയും കൂട്ടരും പോയി ഇതിനെല്ലാം തടസ്സം നിൽക്കാനായിട്ട് ഹർജി നൽകിയതിൽ ഈ TM പ്രതാപനുമുണ്ട്. തൃശ്ശൂർക്കാർ ആഗ്രഹിക്കുന്ന ഒരു വികസനമാണ് അത്. റെയിൽവേ ഗതാഗതത്തിൻ്റെ കാര്യത്തിലായാലും കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിലായാലും ഒക്കെ പല രീതിയിലുള്ള വികസനങ്ങൾ. ഇതിനെല്ലാം എതിര് നിന്ന ഒരു MP 5 വർഷക്കാലം അദ്ദേഹം കാര്യമായിട്ട് തെരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോഴത്തേക്കും എന്നിരുന്നാലും നമുക്കതിലേക്ക് വരാം.